ഹലോ ഹായ് ഇറ്റ്സ് മീ സിനിമ ചേട്ടൻ. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന സിനിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം ഡബ്ഡ് ആയിട്ട് വന്ന അല്ലെങ്കിൽ മലയാളം ഭാഷയിൽ കാണാൻ സാധിക്കുന്ന അന്യഭാഷയിലുള്ള ഒരു 5 ക്രൈം ത്രില്ലർ മൂവീസിന്റെ വിശേഷങ്ങളാണ്. ഗംഭീരമായ 5 ക്രൈം ത്രില്ലർ മൂവീസ് തന്നെയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ മൂവീസ് എങ്ങനെയാണെന്നുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ചെയ്ത് അറിയിക്കുക. ഞാൻ ഈ പറയാൻ പോകുന്ന 5 മൂവീസിന്റെയും ഡൗൺലോഡ് ലിങ്കുകൾ എന്റെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ 5 മൂവീസ് എന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. 2022 ഒരു ക്രൈം ത്രില്ലറായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ചുപ്. ചുപ് എന്ന ഈ ഒരു ചിത്രത്തിൽ നമ്മുടെ മലയാളത്തിന്റെ പ്രിയ താരം DQ ദുൽഖർ സൽമാനാണ് അഭിനയിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ കഥയുടെ ഒരു പ്ലോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ സിനിമ റിവ്യൂസിനോട് അതിയായ എന്തോ ശത്രുത ഉള്ള ഒരു സംവിധായകനാണ് ഈ മൂവിയുടെ സംവിധായകൻ എന്ന് എനിക്ക് തോന്നുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഈ ചിത്രത്തിന്റെ കഥയുടെ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ റിവ്യൂ ചെയ്യുന്ന റിവ്യൂസിനെ തെരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സീരിയൽ കില്ലർ, അതായത് സിനിമയുടെ റേറ്റിംഗുമായി ബന്ധപ്പെട്ടൊക്കെ കൊല ചെയ്യുന്ന ഒരു കില്ലറാണ് ഇതിലുള്ളത്. അങ്ങനെ എന്താണ് ആ കില്ലറിന്റെ മോട്ടീവ്, എന്താണ് അയാളുടെ ഉദ്ദേശം, എന്തിനാണ് അയാൾ സിനിമ റിവ്യൂസിനെ ഇങ്ങനെ കൊലപ്പെടുത്തുന്നതെന്നൊക്കെ കണ്ടുപിടിക്കാനായി ഇൻസ്പെക്ടർ അരവിന്ദ് എത്തുകയാണ്. ശേഷം അരവിന്ദ് എന്ന ഇൻസ്പെക്ടർ കണ്ടുപിടിക്കുന്ന കുറെ സത്യങ്ങളും ആ സത്യങ്ങളുടെ ചുരുളും ഒക്കെയാണ് ഈ ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എന്ന് പറയാം. ഗംഭീരമായ സസ്പെൻസ് എലമെന്റ്സ് ഒക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ഗംഭീരമായ ത്രില്ലർ തന്നെയാണ്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായി എന്റെ ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 7.5 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ രണ്ടാമത്തെ ചിത്രം എന്ന് നോക്കാം. ഇതിപ്പോ ക്യാബ് ഡ്രൈവേഴ്സിന് റേറ്റിംഗ് കൊടുക്കാൻ പോലും പേടി തോന്നുന്ന അവസ്ഥയാണ്. 2015 മലയാള ഭാഷയിൽ തന്നെ ഒരു ക്രൈം ത്രില്ലറായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് സെന്റ് മേരീസിലെ കൊലപാതകം. ഇന്ദ്രൻസാണ് പ്രധാന വേഷത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. സെന്റ് മേരീസിലെ കൊലപാതകം എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ സിറ്റിയിലുള്ള ഒരു പ്രധാന ടെക്സ്റ്റൈൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന 2 പെൺകുട്ടികൾ, അങ്ങനെ ആ പെൺകുട്ടികൾ താമസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റ് മേരീസ് ഹോസ്റ്റലിലാണ്. അങ്ങനെ ഒരു നാൾ അതിലൊരു പെൺകുട്ടിയെ ഹോസ്റ്റലിൽ നിന്ന് കാണാതാവുകയും തുടർന്ന് ആ പെൺകുട്ടിയുടെ മൃതദേഹം അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ ഹോസ്റ്റലിൽ തന്നെ കൊലപ്പെടുത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു പോലീസ് ഓഫീസർ വരികയും തുടർന്ന് ആ കേസ്, എന്താണ് ആ പെൺകുട്ടിക്ക് സംഭവിച്ചത് അല്ലെങ്കിൽ ആരാണ് ആ കൊല ചെയ്തത് എന്നൊക്കെയുള്ള ഗംഭീരമായ അന്വേഷണങ്ങളാണ്. ഒരു വൺ ടൈം വാച്ചബിൾ മൂവി എന്ന് ഞാൻ പറയും. കാരണം അധികമൊന്നും ഒരു നിലവാരം പുലർത്തിയല്ല ഈ ചിത്രം മേക്ക് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും ഒരു ഒറ്റത്തവണ കണ്ടിരിക്കാൻ സാധിക്കുന്ന ഗംഭീരമായ ഒരു ത്രില്ലർ മൂവി തന്നെയാണ്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 4.9 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ മൂന്നാമത്തെ ചിത്രം എന്ന് നോക്കാം. 2023 ഒരു ഹൊറർ മിസ്റ്ററി ക്രൈം ത്രില്ലറായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് വിരുപക്ഷ. വിരുപക്ഷ എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ നമ്മുടെ നായകൻ കുറെ വർഷങ്ങൾക്ക് ശേഷം അയാളുടെ ഗ്രാമത്തിലേക്ക് മടങ്ങി വരികയാണ്. അയാൾ മടങ്ങി വരുന്ന ആ സമയത്ത് അവിടെ അവിചാരിതമായ കുറെ കൊലപാതകങ്ങൾ നടക്കുകയാണ്. ഈ കൊലപാതകങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലപ്പെട്ട ആളുടെ മൃതദേഹം ആദ്യമായി കാണുന്ന വ്യക്തികൾ തുടർച്ചയായി ഇങ്ങനെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നായകൻ ഇതിന്റെ പിന്നിലെ നിഗൂഢതകൾ തേടി പോവുകയാണ്. അങ്ങനെ അദ്ദേഹം കണ്ടെത്തുന്ന കുറെ സത്യങ്ങളും അതിന്റെ ഗംഭീരമായ കുറെ ത്രില്ലിംഗ് മൊമെന്റ്സും ഒക്കെയാണ് വിരുപക്ഷ എന്ന ഈ ഒരു ചിത്രത്തിൽ പറയുന്നത്. ഗംഭീരമായ ഒരു ത്രില്ലർ മൂവി തന്നെയാണ്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 7.3 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ നാലാമത്തെ ചിത്രം എന്നോ. ഇതിനൊരവസാനം കാണാതെ ഞാൻ അടങ്ങില്ല. 2023 ഒരു റൊമാന്റിക് ത്രില്ലറായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ഐ ലവ് യു എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന 2 പേർ തമ്മിൽ പ്രണയത്തിലാവുകയും അവർ വിവാഹിതരാകാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നു. എങ്കിൽ ആ പെൺകുട്ടിയെ വൺ സൈഡായി പ്രണയിക്കുന്ന മറ്റൊരു സൈക്കോ മറ്റൊരു വശത്തുണ്ട്. അങ്ങനെ അയാൾ ഒരു ദിവസം ആ പെൺകുട്ടിയെ ആ ഓഫീസിൽ തന്നെ ട്രാപ്പ് ചെയ്യുകയും തുടർന്ന് സംഭവിക്കുന്ന ഗംഭീരമായ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ഐ ലവ് യു എന്ന ഈ ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട്. തീർത്തും ഒരു രാത്രിയിൽ നടക്കുന്ന കുറെ സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഗംഭീരമായി തന്നെ ത്രില്ലടിച്ച് കണ്ടിരിക്കാൻ സാധിക്കും. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 5.4 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 5ാമത്തെ ചിത്രം എന്നോ. एकदम अचानक फुल पावर. 2023 ഒരു ത്രില്ലർ മൂവിയായി തമിഴിൽ പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് റൺ ബേബി റൺ. റൺ ബേബി റൺ എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ ഒരു ബാങ്ക് ജീവനക്കാരൻ ഒരു ബാങ്കിൽ ജോലി ചെയ്ത് സാധാരണമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് ഒരു നാൾ ഒരു പെൺകുട്ടി കടന്നു വരികയാണ്. അതായത് തന്നെ രക്ഷിക്കണം, തന്റെ ജീവൻ ആപത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഫ്ലാറ്റിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരികയാണ്. തുടർന്ന് ആ പെൺകുട്ടിയാൽ ഈ ചെറുപ്പക്കാരൻ ഉണ്ടാവുന്ന കുറെ അധികം പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു ചിത്രം തന്നെയാണ് റൺ ബേബി റൺ എന്ന ഈ ഒരു ചിത്രം. തീർത്തും ഗംഭീരമായ ഒരു ത്രില്ലർ മൂവി തന്നെയാണ്. ഒരുപാട് സസ്പെൻസ് എലമെന്റ് ഒക്കെ നിറച്ചുകൊണ്ടുള്ള ഒരു ഗംഭീര മൂവി തന്നെയാണ്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 6.3 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരനാണ് സാർ. അങ്ങനെ ഒരാൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ
എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതൊക്കെയാണ് മലയാള ഭാഷയിൽ കാണാൻ സാധിക്കുന്ന അന്യഭാഷ 5 ക്രൈം ത്രില്ലർ മൂവീസിന്റെ വിശേഷങ്ങൾ. തുടർന്നും ഗംഭീരമായ ഒരുപാട് ക്രൈം ത്രില്ലർ മൂവീസിന്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള എപ്പിസോഡുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ചിത്രങ്ങൾ കണ്ടവരാണെങ്കിൽ, ഈ വീഡിയോ കണ്ടിട്ട് കാണാൻ പോകുന്നവരാണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനായി മറക്കരുത്. അപ്പോൾ മറ്റൊരു ഗംഭീരമായ എപ്പിസോഡുമായി കാണുന്നവരെ ബൈ ബൈ.